സെയിൽസിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഒബ്ജക്ഷൻ ആണ് പ്രൈസ് ഒബ്ജക്ഷൻ. അഥവാ കസ്റ്റമർ പറയാണ് നിന്റെ പ്രൊഡക്റ്റിന് വില ഒരു ഇത്തിരി കൂടുതലാണല്ലോ പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ടോ? പാക്കേജ് കുറച്ച് കൂടുതലാണല്ലോ, കോഴ്സിന് റേറ്റ് കൂടുതലാണല്ലോ പറയുന്നുണ്ടോ? അത് നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു പോസിറ്റീവ് ബൈയിങ് സിഗ്നലാണ്. വില ചോദിക്കുന്ന അല്ലെങ്കിൽ വില കൂടുതലാണെന്ന് പറയുന്ന കസ്റ്റമേഴ്സ് അപ്പൊ മനസ്സിലാക്കുന്നത് ഒരു ഒബ്ജക്ഷൻ അല്ല, ഇതൊരു പോസിറ്റീവ് ബൈയിങ് സിഗ്നൽ. കാരണം എന്താ, നമ്മൾ എപ്പോഴാണ് ഒരു പ്രൊഡക്റ്റിന് വില ചോദിക്കുക? വേണ്ടപ്പോൾ നമ്മുടെ നീഡ് കണക്ട് ചെയ്ത് നീഡ് മാച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മളൊരു പ്രൊഡക്റ്റിന് വില ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ വില ചോദിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് പോസിറ്റീവ് ബൈയിങ് സിഗ്നൽ ആണ്. പക്ഷേ അവിടെ എന്താണ് പ്രോബ്ലം? കസ്റ്റമർക്ക് ഇതിന്റെ വാല്യൂലാണ് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കുറവുള്ളത്. ഞാൻ ഈ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനുള്ള വാല്യൂ ഇതിനുണ്ടോ ഇല്ലയോ, ഇത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് കാര്യം. അവിടെ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, കസ്റ്റമർ പറയുന്നത് വില കൂടുതലാണെന്ന്. അതിനെന്ത് ചെയ്യണം? വളരെ സിമ്പിൾ ആയിട്ട് പറയും, സാർ യെസ് സാർ, ഞങ്ങളുടെ എമൗണ്ടിന് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഈ സർവീസിന് വില ഒരു ഇത്തിരി കൂടുതലാണ്. അതിന് 2 റീസണാണ് ഉള്ളത്, അല്ലെങ്കിൽ 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒരു പക്ഷേ അതിന്റെ ആഡ് ഓൺ സർവീസ് ആവും, അതല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ആവും, അതിന്റെ വാറന്റി ആവും, അല്ലെങ്കിൽ ഫാക്കൽറ്റീസിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആവും, അല്ലെങ്കിൽ പ്ലേസ്മെന്റിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആവും. എന്തെങ്കിലും ഒന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അവിടെ വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് കൂടാനുള്ള കാരണം. ഇതെന്ത് ചെയ്യണം? ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൈസ് ഒബ്ജക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളുടെ മുമ്പിലുള്ള സൊല്യൂഷൻ. ക്ലിയർ ആണോ?